അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി 93, 94 സൂറത്തുകളെ സംബന്ധിച്ച് മറ്റൊരു രീതിയിൽ വിശകലനം നടത്തുമ്പോൾ ഇത് നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംബോധനയാണ് എന്നത് ആ രണ്ട് സൂറകളിലെയും ഓരോ വാക്യവും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇത് പറയുമ്പോൾ ഇതിൽ ആദ്യത്തെ 93-ാമത്തെ സൂറയിൽ അള്ളാഹു രാത്രിയെയും പകലല്ലെങ്കിൽ പകൽ വെളിച്ചത്തെയും എടുത്ത് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതിന് ശേഷം സത്യം ചെയ്തതിന് ശേഷം അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു കാര്യം മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹം ജീവിതത്തിലൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലാത്ത, സ്വപ്നത്തിൽ പോലും നനച്ചിട്ടില്ലാത്ത ഒരു സംഗതിയുമായിട്ടാണ് അദ്ദേഹത്തെ അള്ളാഹു നിയോഗിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ച സ്ഥിതിക്ക് അത് തൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ തന്നെ നിർദ്ദേശം പരസ്യപ്രബോധനത്തിലുള്ള നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം പരസ്യപ്രബോധനം ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരെയുള്ള ശത്രുക്കളുടെ നീക്കങ്ങൾ തുടങ്ങുന്നതും അത് ശക്തി പ്രാപിക്കുന്നതും. പ്രവാചകത്വത്തിൻ്റെ ആദ്യത്തെ 3 വർഷം അദ്ദേഹം സ്വകാര്യമായിട്ട് ആളുകളെ കണ്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. പരസ്യപ്രബോധനത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ശത്രുക്കൾ രംഗത്ത് വരുന്നത്. ആ ശത്രുക്കൾ കിട്ടുന്ന ഏത് സാഹചര്യവും അതെത്ര നിസ്സാരമാണെങ്കിലും അതവർ ഉപയോഗപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് ഈ സൂറത്തുൽ ളുഹ 93-ാമത്തെ സൂറയുടെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സംഭവം നടക്കുന്നത്. അതായത് മദീനയിലെ ജൂതന്മാരും മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളും തമ്മിൽ നേരത്തെ തന്നെ വലിയ ബന്ധമുള്ളവരാണ്, കച്ചവടവും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കയിലെ ഈ ശത്രു നേതാക്കന്മാർ മദീനയിലെ യസ്രിബിലെ യഹൂദ പുരോഹിതന്മാരുമായി ബന്ധപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ചോദ്യം, നിങ്ങൾ ഗ്രന്ഥത്തെ, ദൈവിക വേദങ്ങളെ സംബന്ധിച്ച് അറിയുന്നവരാണല്ലോ, മുഹമ്മദ് ഇങ്ങനെ ഒരു സന്ദേശവുമായിട്ട് അല്ലെങ്കിൽ വാദഗതിയുമായി വന്നിട്ടുണ്ട്, എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടി എന്നുള്ളവർക്കാണ്, മുഹമ്മദ് യഥാർത്ഥ പ്രവാചകനാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് 3 ചോദ്യം ചോദിക്കുക. എങ്കിൽ ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ശരിയായിട്ടുള്ള മറുപടിയാണ് നൽകണമെങ്കിൽ അദ്ദേഹം സത്യപ്രവാചകനാണ്, അല്ലെങ്കിൽ അദ്ദേഹം കള്ളവാദിയാണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന രീതിയിലാണ് മദീനയിലെ ജൂത നേതാക്കന്മാർ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾക്ക് 3 ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിലൊന്ന് മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിച്ചാണ്, രണ്ടാമത്തേത് അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികളെ സംബന്ധിച്ചാണ്, മൂന്നാമത്തേത് ദിൽഖർനൈൻ എന്ന് പറയുന്ന ലോകം കീഴടക്കിയിട്ടുള്ള അല്ലെങ്കിൽ പല നാടുകളും കീഴടക്കിയിട്ടുള്ള ഒരു ചക്രവർത്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രാജാവിനെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചും നേർക്കുനേരെ ബൈബിളിൽ പോലും പരാമർശമില്ല എന്നുള്ളതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ അദ്ദേഹം വായനാശീലമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ചരിത്ര വസ്തുതകൾ വായിച്ചെടുക്കാനും കഴിയില്ല. മക്ക നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സംഗതികളെ സംബന്ധിച്ച് അവർക്കും നേരത്തെ വലിയ വിവരമൊന്നുമില്ല, ജൂതന്മാർ ഇത് പറയുന്നതിന് മുമ്പ്. പിന്നെ ആത്മാവിനെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ദേഹവും ദേഹിയും ശരീരവും ആത്മാവും കൂടിയതാണ്. അപ്പോൾ ഈ ആത്മാവിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ളതാണെങ്കിൽ ഇവിടെ മനുഷ്യർക്ക് ആർക്കും അറിയാത്തൊരു സംഗതിയാണ്, ജൂതന്മാർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിൻ്റെ നിന്നുള്ള സന്ദേശം ലഭിക്കുമെന്നുള്ളതിന് മറുപടി പറയാനുള്ള സന്ദേശം ലഭിക്കുമെന്ന നിലക്ക് അവരോട് പറഞ്ഞു, ഞാൻ നാളെ പറയാം. പക്ഷേ കുറച്ച് ദിവസത്തേക്ക് വഹി കിട്ടിയില്ല എന്നതാണ് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലവും പറയുന്നത്. അപ്പോൾ നാളെ പറയാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ശത്രുക്കൾ ചോദിക്കും, തങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അദ്ദേഹത്തിന് മറുപടി അറിയാൻ കഴിയില്ല. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളത് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സാധ്യവുമല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞില്ല, ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനേക്ക് വഹി കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റവർ ശത്രുക്കൾ വഹിയിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. അതേ അവസരം അതിൻ്റെ മറുപടി ഇന്നതാണ് എന്ന് അദ്ദേഹത്തിന് വഹി കിട്ടാതെ പറയാനും സാധ്യമല്ല. ഈ ഒരു സാഹചര്യം ഏതാനും ദിവസം നീണ്ടുപോയപ്പോൾ അത് ഒരു സന്ദർഭമാക്കി എടുത്തുകൊണ്ട് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുഹമ്മദിൻ്റെ റബ്ബ്, അത് ചിലർ മുഹമ്മദിൻ്റെ ശൈത്താൻ എന്ന് വരെ പറയുന്നുണ്ട്, കൈവടിഞ്ഞു. സ്വാഭാവികമായും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം ഒരു മനുഷ്യൻ പ്രവാചകനാണെങ്കിൽ പോലും അദ്ദേഹം മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പിന്നെ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ പ്രയാസം എന്തിന് അള്ളാഹു അദ്ദേഹത്തിന് വരുത്തി വച്ചു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ യഥാർത്ഥ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രവാചകനാണെങ്കിൽ പോലും അദ്ദേഹം താൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുമായിട്ട് തന്നെ നിയോഗിച്ച് അള്ളാഹുമായി ബന്ധപ്പെടുത്തി വേണം പറയാനുള്ള. തനിക്ക് ആയിട്ട് അതിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതിന് സമാനമായ മറ്റൊരു സംഭവമാണ് മൂസ അലൈഹിസ്സലാമിനെ ഖദർ അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള സംഭവം സൂറത്ത് കഹ്ഫ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അള്ളാഹുവിൻ്റെ തന്നെ ആസൂത്രണമാണ്. മനുഷ്യനെ ചില സംഗതികൾ അനുഭവത്തിലൂടെ പഠിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തന്നെ തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെയുള്ളൊരവസ്ഥ നൽകിയിട്ടുള്ളത്. എന്നാൽ അത് നീണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ കാരുണ്യവാനായ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ കാരുണ്യരസത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണം, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭം എന്നുള്ളവർക്ക് താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ ദൂതനെ വളരെ സ്നേഹമസൃണമായ സമീപനത്തോടു കൂടി അള്ളാഹു അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്, നിന്റെ നാഥൻ കൈവടിഞ്ഞിട്ടില്ല, നിന്നെ ഒഴിവാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിന്നോട് നിന്റെ നാഥൻ നിന്നെ വെറുത്തിട്ടില്ല എന്ന് പറയുന്നത്. വദ്ദഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ സാധാരണഗതിയിൽ യാത്ര അയക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മളടുത്ത് നിന്ന് വിട്ട് ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞയക്കുകയാണ്. അതിനാണ് ശരിക്കും അറബിയിൽ തൗദിയത്ത് എന്ന് പറയാം. ആ പ്രയോഗമാണ് ഇവിടെ വദ്ദഅക എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിന്നെ കൈവടിയുകയോ നിന്നെ ഒഴിവാക്കുകയോ നിന്നെ പറഞ്ഞയക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടിയും അള്ളാൻ്റെ കയ്യിലില്ല. അവനിപ്പോഴും നിന്നെ അവൻ്റെ പ്രവാചകനായി തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്, അത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇതിൽ ബേജാറാവേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ശത്രുക്കൾ അങ്ങനെയൊക്കെ പറയട്ടെ, അത് നീ വല്ലാതെ ഗൗനിക്കേണ്ടതില്ല എന്ന് വളരെ സ്നേഹത്തോടു കൂടി സമീപനത്തോടു കൂടി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. എന്നിട്ട് അതിന് ഉദാഹരണം എന്നിട്ട് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ദൗത്യനിർവഹണത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടാവുന്ന ഈ പ്രയാസങ്ങൾ താങ്കൾ ഒരിക്കലും വലിയ കാര്യമാക്കി എടുക്കേണ്ടതില്ല. അതങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ പല സംഭവങ്ങളും അള്ളാഹു മറ്റ് സൂറത്തുകളിൽ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സംഭവിക്കും. പക്ഷേ അത് സംഭവിക്കുമ്പോൾ അതിൽ ക്ഷമാപൂർവ്വം മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. കാരണം ഇപ്പോഴുള്ള ഈ പ്രയാസങ്ങൾ മാറുകയും ഇതിനൊക്കെ പകരം ഏറ്റവും വിജയപ്രദമായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ കൂടുതൽ സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥ താങ്കൾക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെര്യപ്പെടുത്തുകയാണ് തുടർന്ന് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് സൂറത്തുകളിലും അതാണ് കാണാൻ കഴിയുക. അതിൻ്റെ ഉദാഹരണമായിട്ടാണ്, അല്ലെങ്കിൽ അത് നബിക്ക് ഒന്നുകൂടി ബോധ്യപ്പെടാൻ പാകത്തിലാണ് 3 സംഗതി അവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, താങ്കൾ അനാഥനായിരുന്നു,
ആ അനാഥത്വത്തിൽ നിന്ന് താങ്കളെ സനാഥത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അള്ളാഹുവാണ്. മറ്റൊന്ന്, താങ്കൾ ദരിദ്രനായിരുന്നു. ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് താങ്കൾക്ക് സമ്പന്നത നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. താങ്കൾക്ക് യഥാർത്ഥത്തിൽ സത്യവും അസത്യവും വേർതിരിച്ചറിയാവുന്ന ഒരു മാർഗവും തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നില്ല. അങ്ങനെ സത്യം എന്താണ് അസത്യം എന്താണെന്ന് അറിയാതെ ഉയറുകയായിരുന്നു താങ്കൾ. അതിൽ നിന്ന് താങ്കൾക്ക് മോചനം നൽകി സത്യമെന്ത് അസത്യമെന്ത്, നീതി എന്ത് അനീതി എന്ത്, ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്നൊക്കെ അള്ളാഹു താങ്കളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഇനി അങ്ങോട്ടും ഈ അനുഗ്രഹം താങ്കൾക്ക് നൽകിയ അള്ളാഹു ഇനി അങ്ങോട്ടും താങ്കൾ തുടർന്നും അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ താങ്കൾ ഒരിക്കലും ഇതിൽ ദുഃഖിക്കേണ്ടതില്ല, ശത്രുക്കളെ അവഗണിച്ച് കളയുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ സൂറകളിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്. അതുകൊണ്ട് താങ്കൾ സ്വീകരിക്കേണ്ടുന്ന രണ്ട് സംഗതിയാണ്. ഒന്ന്, അനാഥരുമായി ബന്ധപ്പെട്ട്, അതായത് ഇവിടെ അനാഥരെന്ന് പറയുമ്പോൾ കേവലം അനാഥർ മാത്രമല്ല, അതുകൊണ്ടാണ് സായിൽ ചോദിച്ചു വരുന്നവൻ എന്നുകൂടി തുടർന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ദൈന്യത അനുഭവിക്കുന്ന, അരുകുവൽക്കരിക്കപ്പെട്ട ആളുകൾ, ആ ആളുകളുമായിട്ട് കൂടിച്ചേർന്ന് അവരുടെ താങ്ങും തണലുമായി വർത്തിക്കാനുള്ള ഒരു സന്നദ്ധത കൂടി താങ്കളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതോടൊപ്പം ബോധ്യപ്പെടുത്തുകയാണ്. ഈ ബോധ്യപ്പെടുത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതല്ല. നേരത്തെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇത് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും സമൂഹത്തിൻ്റെ മേലെ തട്ടിലുള്ള ആളുകളെ പ്രീണിപ്പിക്കുകയും അവരോട് കൂടെ ഒട്ടി നിന്നുകൊണ്ട് മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഒരു സത്യവിശ്വാസിയിൽ നിന്ന്, ഒരു മുസ്ലിമിൽ നിന്നുണ്ടാവാൻ പാടില്ല. പ്രവാചകനിൽ നിന്ന് എന്ന് മാത്രമല്ല, പ്രവാചകൻ്റെ അനുയായികളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സന്ദേശവും കൂടി ഉൾക്കൊള്ളുന്നതാണിത്. അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമാകുന്ന ഹിദായത്താകുന്ന സന്മാർഗമാകുന്ന ഈ അനുഗ്രഹം മറ്റേതൊരു അനുഗ്രഹത്തെക്കാളും മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഹിദായത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ അനുഗ്രഹം എടുത്തു പറയണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രചാരകനും പ്രയോക്താവുമായിട്ട് രംഗത്തിറങ്ങുകയാണ് താങ്കൾ. അതുപോലെ തന്നെ ഖുർആൻ വായിക്കുന്ന ഏതൊരു മുസ്ലിമും ചെയ്യേണ്ടത് എന്ന സന്ദേശമാണ് ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇത് ഉൾക്കൊള്ളാൻ, ഇത് കാണാൻ കഴിയാത്തതാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ഇങ്ങനെയൊക്കെ പിച്ചും പേയും പറയാനുള്ള കാരണം. ജബ്ബാറിൽ നിന്ന് മറ്റൊരു സമീപനം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ജബ്ബാർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം വേറൊന്നും വസ്തുതാപരമായിട്ട് ആയത്തിലുള്ള പഠനമോ അല്ലെങ്കിൽ മൂല്യവത്തായിട്ടുള്ള ചിന്തയോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഒന്നും ജബ്ബാറിൻ്റെ കയ്യിലുണ്ടാവില്ല. കാരണം മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ആ പരിധിയിലും പരിമിതിയിലും കൊണ്ട് മാത്രമേ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുള്ളൂ. അത് ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ മൂല്യവത്തായിട്ടുള്ള സംഗതികൾ മനസ്സിലാക്കാനും അറിയാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, തൻ്റെ സൃഷ്ടാവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴേ സാധ്യമാവുള്ളൂ. അതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് വേറെ പ്രത്യേകിച്ച് ലക്ഷ്യവും ബോധമൊന്നും ഉണ്ടാവില്ല. ആ ലക്ഷ്യബോധമില്ലായ്മയാണ് ഇവിടെ ജബ്ബാറിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതുമായിട്ട് മനസ്സിലാക്കേണ്ടത്.